إن كل نفس لما عليها حافظ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരുടെയും ഇഹത്തിലും പരത്തിലുമുള്ള വിജയം വെച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ദീനിലാണ്. പടച്ചവൻ്റെ ദീൻ, വിധിവിലക്കുകൾ എല്ലാ കാലഘട്ടത്തിലും സാഹചര്യത്തിലും നമ്മെ വിജയിപ്പിക്കാൻ പര്യാപ്തമാണ്. പ്രശ്നങ്ങളുടെ പേമാരിക്കിടയിൽ പലപ്പോഴും മനുഷ്യൻ്റെ അന്തം വിട്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ അവസാനം തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലഘട്ടത്തിലും രക്ഷപ്പെടാൻ മാത്രമല്ല വിജയിക്കാനുള്ള മാർഗം കൂടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമായ ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ മജ്‌ലിസിൽ വിവരിക്കപ്പെട്ടു. ഫിത്നയുടെ കാലഘട്ടത്തിൽ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ട മറ്റ് സുപ്രധാനമായ 5 നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഈ മജ്‌ലിസിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പടച്ചവൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഫിത്ന, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതിൽ കുറച്ച് സൂക്ഷ്മത കാണിച്ചു കഴിഞ്ഞാൽ വലിയ വിജയം ലഭിക്കും. സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ ഭയങ്കര പരാജയവും ഉണ്ടാകും. എന്താണ് ആ സൂക്ഷ്മതയുടെ കാര്യങ്ങൾ? ഒന്ന്, അറിവും അനുഭവവുമുള്ള ആളുകളോട് ഓരോ കാര്യങ്ങളും കൂടിയാലോചിക്കണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ശരി, അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിവുള്ളവരോട്, അനുഭവമുള്ളവരോട് ആലോചിക്കണം. കൂട്ടുകാരോടും ചെയ്യുന്നതെല്ലാം ശരി ശരിയെന്ന് പറയുന്ന ആളുകളോടുമല്ല, അറിവുണ്ടാകണം, അനുഭവമുണ്ടാകണം. അതുപോലെ അള്ളാഹു അറിവും അനുഭവവും കൊടുത്തിട്ടുള്ള ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നതിൽ യാതൊരു പിശുക്കും മടിയും കാട്ടാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, വമാ നദിമ മനിസ്തശാർ,
പരസ്പരം കാര്യങ്ങൾ കൂടിയാലോചിച്ച വ്യക്തിക്ക് ദുഃഖിക്കേണ്ടി വരുന്നതല്ല. അതുകൊണ്ട് നാം എല്ലാവരും പാലിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മുഷാവറ, കൂടിയാലോചന അർഹതയുള്ള ആളുകളുമായി. ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അൽ-ഇഅ്തിദാൽ, മധ്യമമായ നിലപാടാണ്. എല്ലാ കാര്യങ്ങളിലും തീവ്രതയും ആവേശവും അമിതത്വവുമാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നം. എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ഒന്നെങ്കിൽ അല്പം പോലും നമ്മൾ ബന്ധപ്പെടുകയില്ല, ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ ഒടുക്കത്തെ ബന്ധവുമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും മധ്യമമായ രീതി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ മാതൃകയാണ്. തങ്ങൾ അരളി ആരെങ്കിലും ദീനിനോട് മത്സരിക്കാൻ പോയാൽ അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും. ആകയാൽ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുകയും അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയും മധ്യമ നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഓവർ ബന്ധം, ഉദാഹരണത്തിന് നമസ്കാരത്തിൽ ശ്രദ്ധ നിർബന്ധമായിട്ടും വേണം. പക്ഷേ മറ്റു കാര്യങ്ങളെയെല്ലാം മറന്നുകൊണ്ടുള്ള നമസ്കാരത്തിലെ ബന്ധം ഇത് ദീൻ പറയുന്നില്ലെന്നല്ല, എതിർക്കുന്നു. അതുപോലെ ഭാര്യ മക്കളുമായിട്ട് നല്ല ബന്ധം വേണം. എന്നാൽ നമസ്കാരാദി കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ബന്ധം ഇത് അപകടമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മധ്യമമായ അവസ്ഥ, സന്തുലിതവും സമ്പൂർണവുമായ രീതി. ഒരു ഭാഗത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വലിയ ഗൗരവം കാണിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറുഭാഗത്ത് അതേ നമസ്കാരത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് കരയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ തള്ളയ്ക്ക് വിഷമമുണ്ടാകുമെന്ന് വിചാരിച്ച് നമസ്കാരത്തെ ലഘൂകരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ പോയി ഭാര്യ മക്കളുമായും ചെറുമക്കളുമായും കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അവരുമായി യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ നമസ്കാരത്തിലേക്ക് തിരിയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും മനസ്സിലാക്കി എല്ലാത്തിനെയും ഉൾക്കൊള്ളൽ, മധ്യമമായ നിലപാട് സ്വീകരിക്കൽ വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആ മധ്യമമായ നിലപാട് സ്നേഹത്തിലും വിരോധത്തിലും അങ്ങനെ തന്നെ വേണം. ആരെയെങ്കിലും സ്നേഹിക്കാൻ തുടങ്ങി ഒടുക്കത്തെ സ്നേഹം, അല്ലെങ്കിൽ ആരോടെങ്കിലും വിരോധം വന്ന് ഒടുക്കത്തെ വിരോധം, ഇതും ദീനിനില്ല. കടുത്ത ശത്രുവാണ്, പക്ഷെ അവരോട് അനീതി കാണിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം പറയുന്നു. വളരെ അടുത്ത മിത്രമാണ്, അവർക്ക് അർഹതയില്ലാത്ത ഒന്നും കൊടുക്കരുതെന്നും ഇസ്ലാം പറയുന്നു. അതുകൊണ്ട് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മുഹമ്മദി നിർദ്ദേശമാണ് മധ്യമമായ നിലപാട്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം വാചകങ്ങളിലും ഉദ്ധരണികളിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തലാണ്. കാര്യങ്ങൾ പറയുമ്പോഴും അതുപോലെ കാര്യങ്ങൾ ഉദ്ധരിക്കുമ്പോഴും തികഞ്ഞ സൂക്ഷ്മത വേണം. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നവും നാം എല്ലാവരും നേരിടുന്നത് ഈ കാര്യത്തിലായിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരളിയിട്ടുണ്ട്,
ഫിത്നയുടെ കാലഘട്ടത്തിൽ നാവ് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ വാളുകൾ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളെക്കാളും നാശമാണ്. പണ്ട് തന്നെ പത്രങ്ങൾ പെരുകിയപ്പോൾ, വാർത്താ മാധ്യമങ്ങൾ പെരുകിയപ്പോൾ തന്നെ ലോകത്ത് വലിയ പ്രശ്നമായി. വാർത്താ മാധ്യമങ്ങൾ അതിൻ്റെ ധർമ്മം വിട്ട് സഞ്ചരിച്ചതിൻ്റെ പേരിലാണ് പടച്ചവൻ എല്ലാവരുടെ കയ്യിലേക്കും വാർത്താ മാധ്യമങ്ങൾ നൽകിയത്. വാട്സപ്പ്, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്. പക്ഷെ അത് കിട്ടിയപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ടിയിരുന്നു, പത്രങ്ങൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ പടച്ചവൻ എനിക്ക് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നൽകിയ ഒരു അമാനത്താണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം പത്രങ്ങളെപ്പോലും വെല്ലുന്ന, തോൽപ്പിക്കുന്ന വില്ലനായിക്കൊണ്ട് നമ്മൾ മാറി ഇതിനെ വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ എത്ര പേര് ഈ വാട്സാപ്പ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാത്തവരായിട്ടുണ്ട്? രണ്ട്, എത്ര പേരിത് ഉപയോഗിക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവരായിട്ടുണ്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല ആളുകളെപ്പറ്റി അതും ഇതും പറയാൻ. ഒരു വാർത്ത ആരെങ്കിലും അയച്ചു തന്നാൽ ഉടനെ അത് വായിച്ചു പോലും നോക്കാതെ ഇത് അയക്കേണ്ടതാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ ഉടനെ കൈമാറുന്നു. മനസ്സിലാക്കുന്നില്ല, 1 നിന്നും 250 അതിൽ നിന്നും 1000 അതിൽ നിന്നും 10,000 ഇത് പ്രവഹിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. കൂടാതെ അസഭ്യം പറയൽ, ചീത്ത പറയൽ, എല്ലാവരും പണ്ഡിതന്മാരായിക്കൊണ്ട് വിരാജിക്കൽ, തർക്കങ്ങൾ, സംവാദം, സുന്നി മുജാഹിദ്, കോലത്തരങ്ങൾ, ഇതെല്ലാം ഇന്ന് മിമ്പറിൽ നിന്നും ഇറങ്ങി, പത്രങ്ങളിൽ നിന്നും ഇറങ്ങി, പയ്യന്മാരുടെയും പെണ്ണുങ്ങളുടെയും പോലും കൈകളിൽ കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നാശമാണ് സഹോദരങ്ങളെ. ഓർമ്മ വേണം, പരദൂഷണമെന്നാൽ ചെവിയോട് ചെവി പറയൽ മാത്രമല്ല, അതിനേക്കാളും ഗുരുതരമാണ് വാട്സാപ്പ്, ഇൻ്റർനെറ്റ് വഴി അതിനെ പ്രചരിപ്പിക്കൽ. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ഒരാളുടെ ചെവിയിൽ വേറെ ആരുടെയെങ്കിലും കുറ്റം പറയൽ, ഇത് വലിയ പാപം, ഗീബത്ത്, പരദൂഷണം. എന്നാൽ വാട്സാപ്പിൽ കൂടി ആരുടെയെങ്കിലും ഫസാദും ഫിത്നയും അടിച്ച് 1000 വിടൽ, 10,000 തള്ളൽ, അത് കുഴപ്പമുള്ള കാര്യമേ അല്ല സഹോദരങ്ങളെ. ഈ ഒന്നിനെ 10,000 കൊണ്ട് ഇരട്ടിക്കേണ്ട പാപമാണത്. എന്താണെന്ന് പരദൂഷണമെന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്ത ന്യൂനത പറയലാണ്. അതവനിൽ ഉള്ള കാര്യമാണെങ്കിലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഉള്ള കാര്യമാണെങ്കിൽ അതിന് ഗീബത്ത്, പരദൂഷണമെന്ന് പറയും. ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതിന് ബുഹ്താൻ, അപരാധമെന്ന് പറയും. 2 വൻ പാപങ്ങളാണ്. സഹോദരങ്ങളെ, വളരെ സൂക്ഷ്മത വേണം. നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അങ്ങേയറ്റം സൂക്ഷ്മത വേണം. അടുത്ത് തന്നെ ഉണ്ടായൊരു കുഴപ്പമാണ്, ഏതെങ്കിലും പെണ്ണും ചെറുക്കനും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടാകും. ഉടനെ നമ്മളത് ആകാശത്തും ഭൂമിയിലും പരത്തും. ഇന്ന് രാവിലെ ഡെൻമാർക്കിലോ എവിടെയുള്ള 2 പേരെ പറ്റി എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു സഹോദരൻ, ഇത് നിങ്ങൾ ചെയ്ത തെറ്റാണിത്. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയുള്ള ആളുകളോട് ബന്ധപ്പെടും. എന്നിട്ട് അടിയിൽ എഴുതിയിരിക്കുന്നു, ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും എത്തട്ടെ. ഇങ്ങനെയാണ് ഇയാൾ എത്തിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അവരെ സമീപിച്ചാൽ അറിയാൻ സാധിക്കും സമുദായത്തിൻ്റെ ഭീകരമായ അവസ്ഥകൾ. മോശമായ മിക്ക ബന്ധങ്ങളുടെയും പിന്നിൽ നിഷ്ക്രിയമായ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാണാൻ സാധിക്കും. നിങ്ങൾ അതിന് കൂട്ടത്തിൽ അവരെ അലക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർ പുണ്യകർമ്മമാണെന്ന് വിചാരിച്ച കാര്യം ചെയ്യിപ്പിക്കും. ഒരു പേടിയുമില്ല ആളുകൾക്ക്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ
ആളുകളെ പറ്റിയുള്ള വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനും തള്ളാനും. വളരെ സൂക്ഷ്മത വേണം. അൽ ഇഹ്തിയാത്തു ഫിന്നഖൽ, കാര്യങ്ങൾ പറയുന്നതിനും ഉദ്ധരിക്കുന്നതിനും വലിയ സൂക്ഷ്മത വേണം. അതിന് നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ നമ്മുടെ മൊബൈലിന്റെ മുകളിൽ എഴുതി വെച്ചാൽ നന്നായിരിക്കും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാചകമെങ്കിലും മൊഴിയുന്നെങ്കിൽ അത് നന്മയാണെങ്കിൽ അതും എഴുതി വെക്കപ്പെടുന്നതാണ്, അത് തിന്മയാണെങ്കിൽ അതും എഴുതി വെക്കപ്പെടുന്നതാണ്. മാ യൽഫിദു മിൻ ഖൗൽ, ഒരൊറ്റ വാചകം, എടാ പോടാ ഇങ്ങനെയുള്ള ഒരൊറ്റ വാചകം, നീ അത് ഞാനിത് ഇങ്ങനെയുള്ള ഒറ്റ വാചകം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ ഒരു വാചകം ഒഴിഞ്ഞാൽ അതിനെ ഒന്നുകിൽ റഖീബ് എഴുതി വെക്കും, അല്ലെങ്കിൽ അതീദ് എഴുതി വെക്കും. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ إِنَّ الْأَبْرَارَ لَفِي نَعِيمٍ وَإِنَّ الْفُجَّارَ لَفِي جَحِيمٍ. തീർച്ചയായും നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരായ മലക്കുകളുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. മാന്യന്മാരായ എഴുത്തുകാർ. ഉലമാക്കൾ അതിന് അർത്ഥം പറയുന്നു, ചെയ്യാത്തതും പറയാത്തതൊന്നും എഴുതുകയുമില്ല, ചെയ്തതും പറഞ്ഞതുമായ ഒരു കാര്യം വിടുകയുമില്ല. കിറാമൻ കാതിബീൻ, ചെയ്ത മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവർ രേഖപ്പെടുത്തും. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവനും അവർ അറിയുന്നുണ്ട്. ഇന്നൽ അബ്റാറ ലഫീ നഈമിൻ വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. തീർച്ചയായും നന്മ നിറഞ്ഞവർ വലിയ സുഖങ്ങളിലായിരിക്കും. ഏറ്റവും വലിയ സുഖം നാളെ സ്വർഗം അള്ളാഹു നൽകുമാറാകട്ടെ. ഈ ലോകത്ത് സുഖത്തിലായിരിക്കും. അനുഭവിച്ചു നോക്ക് സഹോദരങ്ങളെ. ഒരു ദിവസം പരദൂഷണം പറയാതെ, ഒരു ദിവസം കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് വാട്സാപ്പ് ഇന്റർനെറ്റൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് പരിശോധിച്ചു നോക്കി, ഇന്ന് നമുക്ക് സ്വർഗം അനുഭവിക്കാൻ പറ്റും. ഇന്നൽ അബ്റാറ ലഫീ നഈം, നന്മ നിറഞ്ഞവർ മഹാസുഖങ്ങളിലായിരിക്കും, ഈ ലോകത്ത് നാളെ പരലോകത്തും. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തെമ്മാടികൾ പടച്ചവൻ നൽകിയ സമയവും സമ്പത്തും ആരോഗ്യവും കഴിവും തിന്മകളിൽ ചെലവഴിച്ചവർ എരിതിയിലായിരിക്കും. യസ്ലൗനഹാ യൗമദ്ദീൻ, പ്രതിഫല ദിവസത്തിൽ അവർ ആ തീയിൽ പ്രവേശിക്കുന്നതാണ്. ഈ ലോകത്ത് നാശമായിരിക്കും, ഇവിടെയും വലിയ തലവേദനയായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ വലിയ സൂക്ഷ്മത വേണം. വസ്സമാഇ വത്താരിഖി വമാ അദ്റാക മത്താരിഖുൻ നജ്മുസ് സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ. ആകാശത്തെ കൊണ്ട് സത്യം, ഉദിച്ചുയരുന്ന നക്ഷത്രത്തെ കൊണ്ട് സത്യം. ആ നക്ഷത്രം എന്താണെന്നറിയാമോ? അന്നജ്മു സാഖിബ്, തുളച്ച് കയറുന്ന പ്രകാശിച്ചു നിൽക്കുന്ന നക്ഷത്രം. ഇത്രയും ആണയിട്ട് പടച്ചവൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ, മുഴുവൻ ശരീരങ്ങൾക്കും സൂക്ഷിപ്പുകാരുണ്ട്. അല്ലാഹു അക്ബർ, ആണയിട്ട് പറയുന്ന കാര്യം. ഇൻ കുല്ലു നഫ്സിൻ, ഒരു ശരീരവുമില്ല, ലമ്മാ അലൈഹാ ഹാഫിൾ, അതിൻ്റെ മേൽ സൂക്ഷിപ്പുകാരൻ ഉണ്ടായിട്ടല്ലാതെ. ജാഗ്രതയോടുകൂടി മലക്കുകൾ എൻ്റെയും നിങ്ങളുടെയും കൂട്ടത്തിലുണ്ട്.
നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അതുകൊണ്ട് സൂക്ഷ്മത കാണിക്കണം സഹോദരങ്ങളെ. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, ചീത്ത കാര്യങ്ങൾക്ക് വേണ്ട. വെറുതെ തർക്കം, അനാവശ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി. പത്രക്കാർ അവരുടെ ധർമ്മം ഉപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് പടച്ചവൻ ഇതെല്ലാം ഇന്ന് തുറന്നു തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളത് ശരിയായതിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പത്രങ്ങൾ കൊണ്ടും TV കൊണ്ടും ഉണ്ടായ നാശത്തെക്കാളും ഗുരുതരമായ നാശം നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൂക്ഷ്മത കാണിക്കാൻ, വല്ലതും പറയുമ്പോഴും വല്ലതും എഴുതുമ്പോഴും വല്ലതും ഉദ്ധരിക്കുമ്പോഴും. ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാനുള്ള 4ാമത്തെ കാര്യം അൽ ഇക്റാം, പരസ്പരം എല്ലാവരെയും ആദരിക്കൽ. മാതാപിതാക്കളെ, പണ്ഡിതന്മാരെ, അതിൻ്റെ അപ്പുറം അള്ളാഹുവിനെ, റസൂലിനെ, ഖുർആനിനെ, ദീനിനെ, അതിൻ്റെ ഇപ്പുറം പണ്ഡിതന്മാരെ, മുസ്ലിമീങ്ങളെ, അമുസ്ലിമീങ്ങളെ, മുഴുവൻ വസ്തുക്കളെയും നമ്മൾ ആദരിക്കും. ഇക്റാമിൻ്റെ ഗുണം ആദരിക്കും. അതിനൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുത്താൽ മതി. എൻ്റെ ഭാര്യ കാരണമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ അയൽവാസി കാരണമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ സഹോദരങ്ങളില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാകുമായിരുന്നു. അവർ കാരണം എനിക്ക് ധാരാളം ഉപകാരമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പശു കാരണമായിട്ട് എനിക്ക് എന്തെല്ലാം നന്മകൾ, ആട് കാരണമായിട്ട് എനിക്ക് എന്തെല്ലാം ഗുണങ്ങൾ. മുഴുവൻ വസ്തുക്കളെയും നമ്മൾ ആദരിക്കും. ഇക്റാമിൻ്റെ ഗുണം വളരെ നഷ്ടപ്പെട്ടു പോയി. മാതാപിതാക്കളെ ആദരിക്കുന്ന സ്വഭാവം. ബഹുമാനികളെ, എത്ര വളർന്നാലും ശരി, നമ്മൾ മാതാപിതാക്കളുടെ എളിയ മക്കളാണെന്ന് മനസ്സിലാക്കി. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അതുപോലെ പണ്ഡിതന്മാരുടെ എളിയ അനുയായികളാകി. നമുക്കറിവെല്ലാമുണ്ട്, തർക്കിക്കാനൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും പണ്ഡിതന്മാരുടെ തലയിലായിട്ടില്ല. അവർ കാരണമായിട്ടാണ് നമുക്ക് ഗുണം. സമുദായത്തെ ആദരിക്കൽ, ഓരോ അംഗങ്ങളെയും ആദരിക്കൽ. ശരിയാണ്, നമ്മൾ വിവിധ സംഘടനകളിൽ പെട്ടുപോയി, ആയിക്കൊള്ളട്ടെ. പക്ഷെ പരസ്പരം ആദരവ് നിലനിർത്തി. എനിക്കിഷ്ടപ്പെടാത്ത സംഘടനക്കാരനാണ്, എനിക്കത് ഇഷ്ടമില്ല സംഘടനയോട്, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആദരവ് നിലനിർത്തി. കാരണം അയാളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ ആ സംഘടനയെക്കാളും വലിയ കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുണ്ട്. മനുഷ്യനെയും ആദരിക്കൻ. എനിക്ക് ഇന്ന ആൾക്കാരോട് വെറുപ്പാണ്, സംഘടനയോട് വെറുപ്പാണ്. പക്ഷെ അവരും നമ്മളും ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. അവരും നമ്മളും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവരും നമ്മളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിയാണ്. അവർ അംഗീകരിക്കാതിരിക്കട്ടെ. അമുസ്ലിമീങ്ങളെയും ആദരിക്കൽ വലിയ രസമുണ്ടാകും സഹോദരങ്ങളെ, വലിയ രസമുണ്ടാകും. വലഖദ് കറംനാ ബനി ആദം, അല്ലാഹ് പറയുന്നു, ഞാൻ മനുഷ്യനെ ആദരിച്ചിരിക്കുന്നുവെന്ന്. ഇവിടെ നിസ്കാരക്കാരന് മറ്റുള്ളവരെ ആദരിക്കാൻ ബുദ്ധിമുട്ട്. എന്ത് നിസ്കാരമാണ് നമ്മൾ ചിന്തിക്കൽ? അല്ലാഹ് പറയുന്നു, ഏതൊരു പടച്ചവന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് ആ പടച്ചവൻ പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു. അൽ ഖൽഖു ഇയാലുല്ലാഹ്, മുഴുവൻ സൃഷ്ടികളും, മനുഷ്യൻ, മൃഗം, ചെടി, പാറക്കല്ല്, നടക്കുന്ന മണ്ണ്, ഇതെല്ലാം പടച്ചവന്റെ കൂട്ടുകുടുംബാദികളാണ്. ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി മൻ അഹ്സന ഇലാ ഇയാലി, പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അവന്റെ കൂട്ടുകുടുംബത്തിന് ഗുണം ചെയ്യുന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വ്യക്തിപരമായ, കുടുംബപരമായ, സാമുദായികമായ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അഞ്ചാമത്തെ ഉപദേശം, ഇസ്തിഖാറ വർദ്ധിപ്പിക്കൽ. അള്ളാഹുവിനോട് എപ്പോഴും ഖൈറിനെ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കും. ഇസ്തിഖാറ, നിരന്തരം ഖൈറിനെ ചോദിക്കൽ. ഈ പ്രാകുന്ന സ്വഭാവം മാറ്റി, അവൻ തുറയട്ടെ, ഇവൻ നശിക്കട്ടെ, അതങ്ങ് തിരിച്ചങ്ങിടിൻ.
അവൻ നന്നാകട്ടെ, ഇവൻ നന്നാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഗുണം. അള്ളാഹുവിനോട് ദുആയിരക്കൻ, നമുക്ക് വേണ്ടി, മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും ദുആയിരക്കൻ. ആ ഇസ്തിഖാറയുടെ പ്രത്യേക രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യും, ഒരു 2 റക്അത്ത് നമസ്കരിക്കും, ഇസ്തിഖാറ നമസ്കാരം എന്ന പേരിൽ. എന്നിട്ട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നാ നസ്തഖീറുക, പടച്ചവനെ ഞങ്ങൾ ഞങ്ങളുടെ നന്മയെ നിന്നോട് ചോദിക്കുന്നു. വനസ്തഖ്ദിറുക ബിഖുദ്റതിക, നിന്നോട് ഞങ്ങൾ കഴിവിനെ ചോദിക്കുന്നു. നീ എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണമേ. ഖൈറിനെ തേടും. ഇസ്തിഖാറ നമസ്കാരം നിർവഹിക്കും. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 5 പ്രധാനപ്പെട്ട നബവി നിർദ്ദേശം. എല്ലാവരും ശ്രദ്ധിക്കും. കാലഘട്ടത്തിന് യാതൊരു കുഴപ്പവുമില്ല, എനിക്കും നിങ്ങൾക്കുമാണ് കുഴപ്പം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയും നടന്ന ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മഹാന്മാരായ സഹാബാക്കളും മൗലിയാക്കളും പൂർവ്വസൂരികളും ജീവിച്ച് സന്തോഷിച്ച സമാധാനിച്ച ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഭൂമിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. കാലഘട്ടത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാറ്റം നമുക്കുണ്ടായി. അതിലൂടെ കാലഘട്ടം മോശമായി. എൻ്റെ ശരീരം മുഴുവനും മാലിന്യം നിറഞ്ഞിരിക്കുന്നു. അതിന് നാറ്റം പരിസരത്ത് അനുഭവപ്പെടുന്നു. ഉടനെ ഞാൻ കുറ്റപ്പെടുത്തുക, എന്തൊരു നാറ്റമെന്നറിയാമോ അന്തരീക്ഷത്തിൽ. അന്തരീക്ഷം എനിക്കാണ്. പോയി കുളിക്കാൻ നോക്കി, നല്ല ഉടുപ്പിടാൻ നോക്കി. സഹോദര, നമ്മളുടെ ജീവിതത്തിൽ വന്ന തിന്മകളുടെ നാശമാണെന്ന് ലോകത്ത് ഫിത്നകളായിട്ട് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഴയുടെ കവാടം അടഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും മഴ പെയ്താൽ അത് പ്രളയമായി രൂപാന്തരപ്പെടുന്നു. ഇത് മുഴുവനും നമ്മളുടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്. അത് നന്നാക്കാനുള്ള 5 നിർദ്ദേശമാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരു മഹാനായ പണ്ഡിതൻ വിവരിച്ചിരിക്കുന്നത്. 1, നമ്മൾ മുഷാവറ ചെയ്യൻ, കൂടിയാലോചിക്കൻ. മുഴുവൻ കാര്യങ്ങൾക്കും ഒന്ന് ആലോചിക്കൻ, അറിവുള്ളവരോട്, അനുഭവമുള്ളവരോട്. 2, മുഴുവൻ കാര്യങ്ങളിലും മധ്യമ നിലപാട് സ്വീകരിക്കൻ. ആവേശം, എടുത്തുചാട്ടം, തീവ്രത, ജീർണത വർജിക്കൻ, മധ്യമ നിലപാട്. 3, സംസാരങ്ങളിലും ഉദ്ധരണികളിലും വളരെ സൂക്ഷ്മത കാണിക്കൻ. 4, എല്ലാവരെയും, മുഴുവൻ സൃഷ്ടികളെയും ആദരിക്കൻ. 5, പടച്ചവനോട് ഖൈറിനെ തേടൻ. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ്റെ പൊരുത്തം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവൻ്റെ പൊരുത്തം സമ്പാദിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ബഹുമാനികൾ, നമ്മുടെ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ആലിമായ ഉസ്താദ് ഇബ്രാഹിം മൗലവി അൽ ഖാസിമി അവറുകളുടെ ഭാര്യ കഠിന രോഗങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന അല്ലാഹു ആ സഹോദരിക്ക് പരിപൂർണ്ണ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകുമാറാകട്ടെ. ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകുമാറാകട്ടെ. കുടുംബത്തിന് അല്ലാഹു ആശ്വാസവും അതുപോലെ ഇരുലോക വിജയം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ഈ തിരുവനന്തപുരം പട്ടണത്തിലെ വളരെ പ്രധാനപ്പെട്ട പള്ളി, തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് നീണ്ട നാളുകൾ വലിയ ത്യാഗം ചെയ്ത പള്ളിയെ നവീകരിക്കുകയുണ്ടായി. ഒരു 1-തരം മസ്ജിദായിട്ട് മാഷാ അല്ലാഹ് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന മാർച്ച് 1-ാം തീയതി അസർ നമസ്കാരത്തോടുകൂടി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും മുഴുവൻ ഇന്ത്യക്കാർക്കും വേണ്ടി വലിയ പോരാട്ടം നടത്തുന്ന ത്യാഗവര്യൻ അല്ലാമ സയ്യിദ് അർഷദ് മദനി ഹഫദഹുല്ല അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അന്ന് അസറിന് ശേഷം മഹാനവറുകളുടെ വളരെ പ്രധാനപ്പെട്ട നസീഹത്ത് അവിടെ നടക്കുന്നതാണ്. അതിനുശേഷം 2-ാമത്തെ ദിവസവും അവിടെ ഹാഫിദീങ്ങളുടെ വലിയ പ്രധാനപ്പെട്ട ഖുർആൻ വിരുന്ന്, ഖുർആൻ പാരായണത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ വന്ന് പങ്കെടുക്കണം. സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്. നമ്മൾ ആ നമസ്കാരത്തിൽ പങ്കെടുക്കൽ, ആ മസ്ജിദിലും പോയി പങ്കെടുക്കൽ. നമ്മൾ നമസ്കാരങ്ങൾ പ്രത്യേക ശ്രദ്ധ കാണിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ്റെ പൊരുത്തവും കാരുണ്യവും നാം എല്ലാവരുടെയും മേൽ അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു മുഷാവറ, മധ്യമ നിലപാട്, സൂക്ഷ്മത, ആദരവ്, ഖൈറിനെ തേടുക എന്നീ ഈ ഉന്നതമായ ഗുണങ്ങൾ നാം എല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ ഈ നന്മകൾ പ്രവർത്തിച്ച്
ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ.